ഹലോ, എല്ലാവർക്കും ആദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കിഡിലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയും നൊടിയിടയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ആരും ഇതേ രീതിയിൽ നമ്മൾ ലാലേട്ടൻ തയ്യാറാക്കിയ ചിക്കൻ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിൽ തയ്യാറാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ ഈ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബൗളോളം കുഞ്ഞുള്ളി വേണം, പിന്നെ ഇഞ്ചി വേണം, ഉള്ളിയും പിന്നെ തേങ്ങ ചുട്ടതും പച്ചമുളകും കറിവേപ്പിലയൊക്കെയാണ് ഇതിന് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോഴാട്ടോ ഇതിന് അതിൻ്റേതായ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടുന്നത്. നമുക്കൊന്ന് കുഞ്ഞുള്ളി ചതച്ചെടുക്കാം, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മൾ തേങ്ങയും ഇതേ രീതിയിൽ നമ്മളൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതേ രീതിയിൽ ഇടിക്കലിട്ട് ചതച്ചെടുക്കുമ്പോഴാട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതേ രീതിയിൽ തന്നെയാണോ ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ചതച്ച് തന്നെ തയ്യാറാക്കും കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ചിക്കൻ്റെ സ്പെഷ്യലായിട്ടൊരു ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ ചുട്ടത് ചതച്ച് ചേർക്കുന്ന കേട്ടോ. ഞാനിവിടെ ഒരു ഹാഫ് മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതേ രീതി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ചൂടായ പാനിലോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലോട്ട് എന്ത് ചെയ്യണം, പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. പെരിഞ്ചീരകത്തിന് പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. പെരിഞ്ചീരകം നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ചതച്ചൊക്കെ ചേർക്കുമ്പോഴല്ലോ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കന്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിയൊക്കെ നിറക്കം മാറി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ പോയി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് അടുത്തതായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആട്ടോ. ഞാൻ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലി ഫ്ലെക്സ് ആയാലും കുരുമുളക് പൊടിയൊക്കെ ആയാലും മുളക് പൊടി ആയാലും നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 2-3 സെക്കൻഡ് നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, നമ്മൾ ചുട്ടെടുത്ത തേങ്ങ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ചിക്കൻ ചേർത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ തേങ്ങ ചതച്ചതും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഏകദേശം 2-3 മിനിറ്റ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആദ്യം നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അപ്പോഴേക്കും ഇതിലോട്ട് എന്ത് ചെയ്യും, വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇതേ രീതിയിൽ ചിക്കൻ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും പുട്ടിനൊപ്പവും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ.
ഇനി ഞാൻ വീണ്ടും ഇത് നല്ലതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 10-15 മിനിറ്റോളം നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് 5 മിനിറ്റോളം വേവിച്ച് വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഡ്രൈ ആയി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ലാലേട്ടൻ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചിക്കൻ തയ്യാറാക്കി നോക്കൂട്ടോ. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.